നമ്മുടെ വികസന റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ട് ഡിജിറ്റലായിട്ടുണ്ടാവും. ഓരോ പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും 1996 മുതലുള്ള കണക്കുകൾ ഉണ്ടാവും. എങ്ങനെയെന്നൊക്കെ ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, അത്രക്ക് സമഗ്രമായി ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള വാർത്തകള്, അധികാര വികേന്ദ്രീകരണത്തിൽ ഇന്ന് നൂതനമായ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ സെമിനാറുകള്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രവർത്തകരുടെ ഇന്റേൺഷിപ്പിന്റെ പരിപാടി എല്ലാം ഏകോപിപ്പിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. അപ്പൊ ഈ വെബ്സൈറ്റ് എവിടെയാ അതിന്റെ ആസ്ഥാനം? അതിന് ആസ്ഥാനമായി കണ്ടിരിക്കുന്നത് കരകുളം പഞ്ചായത്തിലെ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഗ്രാമീണ പഠന കേന്ദ്രത്തില് സുഹൃത്തുമാർ, അദ്ദേഹം ജനകീയാസൂത്രണത്തില് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ലൈബ്രറി ആയിരിക്കും ഈ വെബ്സൈറ്റിന്റെ ആസ്ഥാനം. അതില് ഒരു കാര്യം വെബ്സൈറ്റിൽ ഉണ്ടാവുക, അത് നമ്മൾ എല്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വരെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ജനകീയാസൂത്രണ പ്രവർത്തകർ മുഴുവൻ പേരും ചുരുങ്ങിയത് 5000 പേരുടെ ഒരു ഡയറക്ടറി അവിടെ ഉണ്ടാവും. എന്താണ് അവരുടെ അനുഭവം, അവരാരായിരുന്നു, അവരുടെ ഫോട്ടോകള്, ചിത്രങ്ങള്, ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ ഡയറക്ടറി. ഇത്തരം ഒന്ന് കൗൺസിലർ വരണം, ഇത്തരം ഒന്ന് നടത്തുന്നതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള പിന്തുണ വേണം. ഒരു 3-4 പേരെങ്കിലും പ്രൊഫഷണലുകൾ മുഴുവൻ സമയം പ്രവർത്തിക്കണം. അതിന് നല്ല ചെലവാണ്, സന്നദ്ധ പ്രവർത്തനമല്ല. നമുക്ക് വലിയൊരു മാസം ചെലവ് വരുന്നുണ്ട്. അതിനുള്ള പണം VG മൻമോഹന്റെ പേരിലുള്ള ഒരു എൻഡോമെന്റിംഗ് ആയിരിക്കും. VG മൻമോഹനെ അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. നമ്മുടെ ആസൂത്രണ ബോർഡിലെ സെല്ലിന്റെ തലവനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും പത്രത്തിലോ പ്രസ്താവനകളോ ഒന്നും കാണില്ല. പുറകിൽ നിന്ന് എല്ലാത്തിനെയും പിന്തുണയ്ക്കുക, അതിനെ ആളുകളെ അണിനിരത്തുക, അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു. കഴിഞ്ഞ ജനുവരി മാസത്തില് VG മൻമോഹൻ നമ്മളെ വേറിട്ടു. അപ്പോ മൻമോഹന്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ളൊരു വലിയ എൻഡോവ്മെന്റ്, അതിന് നമ്മൾ സംഭാവന ആരെയും പിരിക്കുന്നില്ല. മറിച്ച് 3 വാല്യങ്ങള് ജനകീയാസൂത്രണ ജനകീയ ചരിത്രം, അത് അടുത്ത ജനുവരി 17 പ്രസിദ്ധീകരിക്കും. മൻമോഹന്റെ 1ാം ചരമദിനത്തില് അതിന്റെ ഒരു 5000 വാല്യങ്ങള് സെറ്റ് നമുക്ക് പ്രീ പബ്ലിക്കേഷനായിട്ട് 2000 രൂപയാണ് വില. നമ്മളിറങ്ങി ചെയ്യാൻ പറ്റും. കേരളത്തിലെ ലൈബ്രറികള്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങള്, ജനകീയാസൂത്രണ പ്രവർത്തകര്, അതുപോലെ എത്രയോ വ്യക്തിത്വങ്ങള് നമ്മൾ വലിയ സംഭാവനകളും പകരം പുസ്തകവും കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു ക്യാമ്പയിനായിരിക്കും. അപ്പോ അതിന്റെ 1ാം വാല്യം ഇന്നിവിടെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെയാണ് ഇതിനുള്ള പണം നമ്മൾ സമാഹരിക്കുന്നത്. കൂട്ടത്തിലെന്ന് പറയട്ടെ, ഇവിടെ വന്നിരിക്കുന്നവർക്ക് 2000 രൂപ പ്രീ പബ്ലിക്കേഷൻ പണം ഇന്നടക്കാം. 800 രൂപയുടെ എൻ്റെ ഒരു പുസ്തകവും സൗജന്യമായിട്ട് ലഭിക്കും. നമ്മൾ സ്പോൺസറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് കിട്ടും. ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഇപ്പൊ എല്ലാം റുപ്പിയിലല്ലേ പേ ചെയ്യുന്നത്. റുപ്പിയിലാവുമ്പോ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്നു, പുസ്തകവും മേടിക്കാം. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രവർത്തന പരിപാടി ഇതാണ്. വിവിധ മേഖലകളെ കുറിച്ചുള്ള വേർതിരിഞ്ഞ സമാന്തര ചർച്ചാ യോഗങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ മർമ്മം ഇതാണ്.
എങ്ങനെ അടുത്ത തലമുറയെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താം, അതിനുള്ള വഴികളെന്ത്? കേരളത്തിലെ സർവകലാശാല യൂണിയനുകളുടെ പ്രതിനിധികള് അവര് പ്രത്യേക സമ്മേളനം എന്ന കാലത്ത് ചേരുന്നുണ്ട് ഇവിടെ. അവരും ഇത് ചർച്ച ചെയ്യും. നമ്മുടെ ദൗത്യമെന്ന് 30-ാം വാർഷിക പരിപാടികൾ പര്യവസാനിക്കുമ്പോ നമ്മൾ പുറകോട്ട്, പുതിയ തലമുറ മുന്നോട്ട്. കേരളത്തിന്റെ അധികാര വികേന്ദ്രീകരണ പ്രയാണത്തിൽ നമ്മൾ പുതിയ തലമുറയെ പ്രതിഷ്ഠിച്ചിട്ടായിരിക്കും പിൻവാങ്ങാം. നമ്മൾ പിൻവാങ്ങാന്നല്ല, കൈപിടിച്ചുണ്ടാവും. പക്ഷെ പ്രായം എല്ലാത്തിനും പരിധി കൽപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ടേ മാറുള്ളൂ. ഈ ഒരു വാശി അത് നമുക്ക് കേരളത്തിൽ സൃഷ്ടിക്കണം. അതിനുള്ള പരിപാടി എന്ത് എന്ന് നമ്മുടെ സമ്മേളനം അവസാനിക്കുമ്പോൾ പൂർണ്ണ രൂപത്തിലെത്താൻ കഴിയും. ഇതാണ് എനിക്ക് അധ്യക്ഷ പ്രസംഗം എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് സന്ദർഭമെടുത്ത് പറയാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇതിനു വേണ്ടി മാത്രം മലപ്പുറത്ത് നിന്ന് എത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമ്മൾ തുടങ്ങിയത് അടുത്ത ഫ്ലൈറ്റിന് മലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഒഴിവാക്കാനാത്തൊരു പരിപാടിയുണ്ട്. പ്രിയപ്പെട്ട ഷാജിക്ക് എല്ലാ സ്നേഹവും പറയുന്നു, പിന്നെ സമയം കണ്ടെത്തി വരാൻ തയ്യാറാകുന്നത്. നമ്മളിവിടെ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ചെടിമരങ്ങൾക്ക് അല്ലെങ്കിൽ മരച്ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ടാണ്, നനച്ചുകൊണ്ടാണ്. ഇത് 14 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം വീതമുണ്ട്. എല്ലാ ജില്ലകളിലും ഓർമ്മ മരമായിട്ട് നമ്മൾ വളർത്തും. ഇവിടെ ഇന്ന് അപ്പൊ നമ്മൾ വ്യത്യസ്തമായ ഒരു രീതി വെക്കണം. എല്ലാ ജില്ലയിലും നമ്മുടെ ജില്ലാ കൂടിച്ചേൽ നടക്കുമ്പോൾ ഈ ഓർമ്മ മരം നടും, നമ്മളത് പരിപാലിക്കും. സോ ഒരു പുതിയൊരു രീതിയാവട്ടെ. എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം.